ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, ദോശ അങ്ങനെ എന്തിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണ് നമ്മുടെ ഈ തക്കാളിക്കറി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ തക്കാളിക്കറി വെക്കാനായിട്ട് ആദ്യം നമുക്ക് ചെറിയൊരു മസാല കൂട്ടം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് അളവിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. അതായത് ചിരകിയ തേങ്ങയാണെന്നുണ്ടെങ്കിലും 1/4 കപ്പ് അളവിൽ എടുത്താൽ മതിയാവും. കൂടെ വേണ്ടത് കുരുമുളകാണ്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടി, വലിയ ജീരകം. ഇനി വേണ്ടത് പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് നമുക്കിതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കൂടെ ചെറിയൊരു പീസ് അളവിൽ കറുവപ്പട്ടയും കൂടി, അതായത് വളരെ ചെറിയൊരു പീസ് ചേർത്താൽ മതിയാവും. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അണ്ടിപ്പരിപ്പും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും 2 ഏലക്കയും 2 ഗ്രാമ്പുവും ചേർക്കുകയാണ്. കൂടെ തന്നെ 4 വെളുത്തുള്ളി അല്ലിയും ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി പേസ്റ്റ് ചേർക്കരുത്, ഇതുപോലെ ചതച്ച് വേണം കേട്ടോ ചേർക്കാനായിട്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല രീതിക്ക് ഒന്ന് ചൂടായി കിട്ടട്ടെ ആദ്യം. ഇതിപ്പോൾ നല്ല രീതിക്ക് ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി സവാള ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ കളറൊന്നും മാറണമെന്നുള്ള ആവശ്യമില്ല, പക്ഷെ നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴണ്ട് കിട്ടണം. ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് കൈയെടുക്കാവുന്ന വഴറ്റി കൊടുക്കാം. ഒരുപാട് മസാലകളുടെയോ അതുപോലെ തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ ഈ തക്കാളിക്കറി. ഒരല്പ സമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ സവാള എല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കളറ് മാറുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു സ്റ്റേജാണ്. ഇപ്പം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ തേങ്ങയുടെ ഒരു കൂട്ട് ചേർക്കാം. കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി 1 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ ഗ്രേവി നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. മീഡിയം സൈസ് തക്കാളിയിൽ ഒരു 3 തക്കാളിയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഓരോ തക്കാളിയും 4 പീസാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. തക്കാളി ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കണം. അപ്പോൾ ഇപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് ചേർക്കാവുന്നതാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ കൂടി ഉപ്പ് ചേർക്കുകയാണ്. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഇനി നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി വേണ്ടത് ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ മീഡിയത്തിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ചേർക്കാം. മല്ലിയിലയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തക്കാളി കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ചപ്പാത്തി, പൂരി, ദോശ, അപ്പം, ഇടിയപ്പം അങ്ങനെ എന്തിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു തക്കാളിക്കറി അല്ലെങ്കിൽ തക്കാളി കുറുമ. ഉറപ്പായിട്ട് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്നും മറക്കാതെ അറിയിക്കുകയും വേണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.